പ്രാദേശിക ഭരണം സംബന്ധിച്ച ഒരു ചാനലാണ്. ഇതിൽ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും സംബന്ധിച്ചുള്ള ഭരണപരമായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യമായി നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ അടുത്ത കാലത്തുണ്ടായ ബഹളത്തെ സംബന്ധിച്ച് ഒരു നിരീക്ഷണം നടത്തുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പ്രാദേശിക ഭരണകൂടങ്ങൾ ഇപ്പോൾ കുതിക്കുകയാണോ അതോ കിതയ്ക്കുകയാണോ എന്നുള്ള ഒരു സംശയം സാമാന്യമായ ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ കൗൺസിലിൽ കൂടുന്ന അവസരത്തിൽ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിക്കുകയും മേയറുടെ സ്ഥാനത്തെ ധിക്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിയും. ഒരു കൗൺസിലറാണെങ്കിൽ ഈ ഹാജർ പുസ്തകം തന്നെ തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പേജുകൾ മറിച്ച് എല്ലാവരെയും കാണിക്കുകയാണ്. ഇത്തരം അനിയന്ത്രിതമായ ഒരു നഗരസഭ കൂടുന്നത് ഇതിനു മുമ്പ് എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാകുന്നതിനുള്ള കാരണം പറയുന്നത് ഒരു കൗൺസിലർ അംഗത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ രാജി ആവശ്യപ്പെടുന്നതിന് കൗൺസിൽ യോഗത്തിൽ പ്ലക്കാർഡ് ഉയർത്തുകയോ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയോ ചെയ്തതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ദാഹം ശമിക്കുകയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ഇതിന് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റേതായ അധികാര സ്ഥാനങ്ങളുണ്ട്. ആ അധികാര സ്ഥാനങ്ങളെ സമീപിക്കേണ്ടതാണ്. പിന്നെ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നു എന്നുള്ളത് ഒരു രാജി ആവശ്യപ്പെടുന്നതിനുള്ള ഒരു കാരണമല്ല. രാജി കൗൺസിൽ അംഗങ്ങളാണോ ആവശ്യപ്പെടേണ്ടത്? ആ അയോഗ്യത സംബന്ധിച്ച നിയമവ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയെ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു തർക്കത്തിന് വിധേയമായാൽ അത് തീരുമാനിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷനുണ്ട്, കോടതികളുണ്ട്, അവർക്ക് സമീപിക്കാവുന്നതാണ്. അതൊന്നും ചെയ്യാതെ ഈ ബഹളം കാണിച്ചതുകൊണ്ട് നഗരസഭയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയല്ലാതെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ സാധിക്കുന്നതല്ല. ഈ അവസരത്തിൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ദിശാബോധം ശരിയായ ദിശയിലാണോ എന്നുള്ളത് ആലോചിക്കണം. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളും ഒക്കെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഭരണഘടനയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്ന്, സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ. രണ്ട്, അങ്ങനെ ഉണ്ടാക്കുന്ന പദ്ധതികൾ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് പ്രാപ്തമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ചുമതലകളും. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതുകൂടാതെ 12ാം ഷെഡ്യൂളിൽ സംസ്ഥാന സർക്കാർ വിട്ടു നൽകുന്ന അധികാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പഞ്ചായത്ത് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും അതിൻ്റെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായി അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കുവാനേ ഇവർക്ക് കഴിയുകയുള്ളൂ. അതുകൂടാതെ അവർക്ക് പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഏജൻസികളായും പ്രവർത്തിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും അതിൻ്റെ നിയമങ്ങളിൽ രാഷ്ട്രീയം കടന്നു ചെല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നഗരസഭയിൽ ഒരു പ്രതിപക്ഷമില്ല അവിടെ. അപ്പോൾ അതോടുകൂടി രാഷ്ട്രീയമില്ല, എല്ലാവരും ഭരണസമിതിയിലെ അംഗങ്ങളാണ്.
നഗരസഭ ഒരു പൊതുസഭയായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു ഭരണസമിതി കൂടിയാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ചേർന്ന് പ്രവർത്തിക്കുന്ന നഗരസഭയുടെ യന്ത്രം പ്രവർത്തിപ്പിക്കേണ്ടത് മേയറാണ്. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ആ മേയറെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അജണ്ട തയ്യാറാക്കിയാണ് ആ ചർച്ചകൾക്ക് വിധേയമാക്കുന്നത്. മേയർ പറയുന്നതെല്ലാം ആ അജണ്ടയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെക്രട്ടറി പറയുന്നതും എല്ലാം ആ അജണ്ടയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ രൂപപ്പെടുത്തുന്ന അജണ്ടയ്ക്ക് വിധേയമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. മറ്റ് കൗൺസിലർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം പ്രമേയം അവതരിപ്പിച്ച് വേണം ചർച്ച ചെയ്യേണ്ടത്. അത് സഭാധ്യക്ഷൻ അനുവദിക്കുകയും ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് നഗരസഭയുടെ അധികാരങ്ങൾ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന്മേൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എടുക്കുന്ന അധികാരത്തിന്മേൽ നഗരസഭയ്ക്ക് അപ്പീൽ പോലും കേൾക്കാനൊക്കത്തില്ല. അങ്ങനെ അനിതര സാധാരണമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇതിന് ഈ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സമാനതകളില്ല. അത് ജനായത്ത ഭരണത്തിൽ ഒരു പ്രത്യേക വ്യവസ്ഥിതിയാണ്. ഈ വ്യവസ്ഥിതി അങ്ങനെ ട്രേസ് ഔട്ട് ചെയ്ത് നോക്കിയാൽ അത് ഋഗ്വേദ കാലഘട്ടം വരെ ചെന്നിട്ട്, അപ്പോൾ ഋഗ്വേദ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പൈതൃകമാണ്. ആ പൈതൃകത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴത്തെ ഈ നഗരസഭയും പഞ്ചായത്തുകളും ഒക്കെ കൊണ്ടു നടക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത് സെക്രട്ടറിയുടെയും ചുമതലയാണ്. അങ്ങനെ സെക്രട്ടറി ഇതിൻ്റെ എല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എല്ലാം ഭരണ സാരഥ്യം വഹിക്കുന്നവർ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിച്ചു കൊടുക്കേണ്ടതാണ്. മേയറാണെങ്കിൽ മേയർ ഒരു നഗരസഭയുടെ എക്സിക്യൂട്ടീവ് അധികാരി കൂടിയാണ്. എക്സിക്യൂട്ടീവ് അധികാരി എന്ന് പറയുന്നത് നഗരസഭ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ചുമതല ഉള്ള ആളാണ്. അങ്ങനെ ആ നഗരസഭയിൽ നടപ്പിലാക്കിക്കുന്ന ചുമതലകൾ അതിന് പ്രത്യേകം ഭരണ യന്ത്രങ്ങളുണ്ട്. അതുവഴി വേണം അത് നടപ്പിലാക്കുവാൻ. അല്ലാതെ നഗരസഭയിൽ നിന്നും ചാടി പുറത്ത് പോയി അത് നേരിട്ട് ക്വയറ്റ്സീവ് സ്റ്റെപ്പ് അതിനെ എടുക്കുന്നത് നിയമപരമായി അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കൗൺസിൽ യോഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൗൺസിലുകളിൽ പൊതുസഭയാണ്, അതോടൊപ്പം തന്നെ അതൊരു അപ്പലേറ്റ് അതോറിറ്റി കൂടിയാണ്. ഈ അപ്പലേറ്റ് അതോറിറ്റിയെ കൂടാതെ ആ നഗരസഭയ്ക്ക് അതിൻ്റേതായ ഒറിജിനൽ അധികാരങ്ങളുമുണ്ട്. നേരിട്ട് ആ നഗരസഭയ്ക്ക് എടുക്കാവുന്ന ചില ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്. അതുകൂടാതെ അപ്പീൽ അധികാരങ്ങളുണ്ട്. ആ അപ്പീൽ അധികാരങ്ങളിൽ വരുമ്പോൾ എല്ലാ നഗരസഭയിലെ എല്ലാ അംഗങ്ങൾക്കും അതിനകത്ത് അഭിപ്രായം പറയുവാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഒരു അപ്പീൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മേയർ എന്ന നിലയിലെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നഗരസഭയിൽ അപ്പീലുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി എടുക്കുന്ന കാര്യങ്ങളിൽ തനിച്ചും സ്വതന്ത്രവുമായി ചെയ്യുന്നത് ഒഴിച്ചാൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആ അപ്പീൽ അധികാരങ്ങൾ ഈ കേൾക്കുന്ന ഒരു സഭയാണത്. അതുകൊണ്ട് അതൊരു ഭരണസമിതിയും കൂടിയാണ്. ആ ഭരണസമിതിയും കൂടിയായിട്ടുള്ള അതിനകത്ത് പിന്നെ ഈ പ്ലക്കാർഡിനും മുദ്രാവാക്യത്തിനുമൊക്കെ എന്ത് സ്ഥാനമാണുള്ളത്? അവരെല്ലാവരും അതിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്വ ബോധമുണ്ട് അവർക്കുണ്ടാകണം. അങ്ങനെ ഉള്ള ഒരു ബോധം, ഒരു ദിശാബോധം ഉണ്ടെങ്കിൽ മാത്രമേ ചട്ടം വിവക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കോടതികൾ പറഞ്ഞിട്ടുള്ളത് ഈ കൗൺസിലിലെ അംഗങ്ങൾക്ക് ഇല്ലെങ്കിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് അംഗത്തിന് ആ സഭയെടുക്കുന്ന തീരുമാനത്തിനെ ചോദ്യം ചെയ്യുവാൻ കഴിയില്ല. അതിന് നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഗവൺമെൻറ്റിനെ നിന്നും അത് തിരുത്തൽ വാങ്ങിക്കേണ്ടതാണ്. അവർക്ക്
ചോദ്യം ചെയ്യാൻ കഴിയാത്തത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ട് അതിനെ ഒരു സംഘർഷത്തിൻ്റെ വേദിയാക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഭരണസമിതിക്കോ മറ്റോ ഒന്നും ഉള്ളത് അംഗങ്ങൾക്കെടുത്ത് അതിനെ പ്രതിരോധിക്കുവാനോ പ്രതിബന്ധം ഉണ്ടാക്കുവാനോ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ അധികാരങ്ങളെല്ലാം വരുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243 അനുസരിച്ചാണ് നഗരസഭകൾക്ക് ഈ അധികാരം വരുന്നത്. ആ അധികാരങ്ങൾ നടപ്പാക്കുമ്പോൾ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ പരസ്പരം നഗരസഭയിൽ പോരടിക്കുന്നത് പ്രാദേശിക ഭരണത്തിൻ്റെ തത്വത്തിന് യോജിച്ചതല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധ്യക്ഷൻ അതിൻ്റെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരപിതാവാണ്. ആ നഗരപിതാവിന് നൽകേണ്ടുന്ന ബഹുമാനം അദ്ദേഹത്തിന് മെമ്പർമാർ കൗൺസിലർമാർ നൽകിയില്ലെന്നുണ്ടെങ്കിൽ അവർ മലർന്നു കിടന്നുകൊണ്ട് തുപ്പുന്നതിന് തുല്യമായിരിക്കും. അവർക്ക് ഇത് അവർ തന്നെ നോക്കൂ, അറ്റൻഡൻസ് രജിസ്റ്റർ സീറ്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പേജുകൾ മറിച്ച് എല്ലാവരെയും കാണത്തക്ക വിധം പ്രദർശിപ്പിക്കുകയാണ്. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഓരോരുത്തരുടെയും സീറ്റിൽ കയറി ഇറങ്ങാനുള്ളതല്ല. അതിൻ്റെ കസ്റ്റോഡിയൻ സെക്രട്ടറിയാണ്. സഭാ ഹാളിൽ കയറുന്ന അവസരത്തിൽ തന്നെ അവിടുന്ന് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തിൽ ഹാജർ രേഖപ്പെടുത്തിയിട്ട് വേണം അവരുടെ സീറ്റുകളിൽ പോയിരിക്കാൻ എന്നുള്ളതാണ് നിയമവ്യവസ്ഥ. പക്ഷേ അങ്ങനെയുള്ള ഒരു നിയമപരമായിട്ടുള്ള വ്യവസ്ഥ നടപ്പിലാക്കുവാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അതിനുള്ള സംവിധാനം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്രട്ടേറിയറ്റിൽ അവിടുത്തെ ജീവനക്കാർ അതിനകത്ത് കയറുന്നത് അവരുടെ സീറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തി കഴിയും. അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലും അവിടുത്തെ യന്ത്രവും തമ്മിൽ ഘടിപ്പിച്ചാൽ മതി, ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്യുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. അപ്പോൾ ആ നിലവിലുള്ള ആ തരത്തിലുള്ള അറ്റൻഡൻസ് രേഖപ്പെടുത്തലുകൾ ഇവിടെ ആലോചിക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ നഗരസഭയിൽ 101 അംഗങ്ങളുണ്ട്. ഈ 101 അംഗങ്ങളെ നിയന്ത്രിക്കുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നതിന് ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് ഫലപ്രദമായി അവരെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ അത് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ സർക്കാർ ചെയ്യുന്നതിന് ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം അപ്പീൽ തന്നെ നോക്കിയാൽ നഗരസഭ തീരുമാനമെടുക്കുന്നതിന് മുകളിൽ വീണ്ടും റിവിഷൻ പെറ്റീഷൻ ട്രൈബ്യൂണൽ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫയൽ ചെയ്യാവുന്നതാണ് ജനങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ധനകാര്യ കാര്യങ്ങളെ സംബന്ധിച്ച് ടാക്സുകൾ ഈടാക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ പുറത്ത് ട്രിബ്യൂണലിനാണ് അധികാരം. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് മുകളിലായി ഇല്ലെങ്കിൽ ടാക്സേഷന് വേണ്ടിയുള്ള പ്രത്യേകം അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട് നഗരസഭയിൽ. ആ അതോറിറ്റി കഴിഞ്ഞാൽ അതിന് മുകളിൽ ഈ പറയുന്ന നഗരസഭയ്ക്ക് പോലും അപ്പീൽ കേൾക്കുവാൻ അധികാരമില്ല. അത് ട്രൈബ്യൂണൽ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകതരം സംവിധാനമാണ് ഈ നഗരസഭയുടെ പ്രവർത്തനത്തിലുള്ളത്. സെക്രട്ടറിക്കും എക്സ് ഒഫീഷ്യോ സെക്രട്ടറിമാർക്കും അവർക്കൊക്കെ വിപുലമായിട്ടുള്ള അധികാരങ്ങൾ ഇതിൽ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകളനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ഭരണസമിതി എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഈ നഗരസഭ എടുക്കുന്ന തീരുമാനം അപ്പാടെ സെക്രട്ടറി നടപ്പാക്കണമെന്നില്ല. അതിൽ അയാൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ സഭയിൽ തന്നെ പറഞ്ഞ് അത് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടാവുന്നതാണ്. അതും കേട്ടില്ല എന്നെങ്കിൽ അത് സർക്കാരിനോട് അഭ്യർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ സർക്കാർ അതിനകത്ത് ഇടപെടും. അപ്പോൾ അങ്ങനെയുള്ള നിയമവ്യവസ്ഥകളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ ഈ നഗരസഭയുടെ പ്രവർത്തനം അങ്ങനെ 100% ജനായത്ത ഭരണ സംവിധാനത്തിൽ കൂടിയല്ല. അത് ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ പ്രവർത്തന ശൈലിയും
ആ പ്രവർത്തന രീതിയും എല്ലാം കടന്നു വരുന്ന ഒരു ഭരണമാണ്. അപ്പോൾ ആ ഭരണത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഉള്ള സമയം പാഴാക്കിക്കൊണ്ട് ഈ ജനപ്രതിനിധികൾ, കൗൺസിലർമാർ നഗരസഭയിൽ ഹൂളിഗാനിസം കാണിക്കുന്നത് അത് ശരിയല്ല. അതിൽ നിന്നും അവർ പിന്തിരിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.